നമസ്കാരം. പി അൻവർ MLA ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം അതീവ ഗൗരവമുള്ളതാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ സമ്മതിച്ചു. അൻവർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങളുമാണെന്ന് പറഞ്ഞ TP അവ പറയുന്നതിൽ തെറ്റില്ലെന്നും വ്യക്തമാക്കി. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൻവറിന്റെ ഇടപെടൽ മുന്നണിയെ ബാധിക്കില്ലെന്നും തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നതിൽ അന്വേഷണം നടക്കുമെന്നും LDF കൺവീനർ വ്യക്തമാക്കി. ആരോപണം ഉന്നയിച്ചത് കൊണ്ട് മാത്രമായില്ല, അത് അന്വേഷിച്ച് തെളിയിക്കുകയും വേണം. പരാതിയിൽ പരിശോധന നടത്താമെന്നും നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ ആരോപണങ്ങളിൽ വിവരങ്ങൾ പുറത്തു വരട്ടെ, എല്ലാ കാര്യങ്ങളും പരിശോധിക്കും, തെറ്റുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് മുന്നോട്ടു പോകും എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കി. EP ജയരാജൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്നും അദ്ദേഹം ആ നേതൃത്വത്തിൽ തുടരുമെന്ന് വിശ്വസിക്കുന്നതായും TP പറഞ്ഞു. CPM-ന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗം അനുഭവിച്ചയാളാണ് EP എന്നും ഇനിയും പാർട്ടിക്ക് സംഭാവന നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നും TP രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യത്തിൽ മുന്നണിയിൽ ചർച്ച നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടിമുടി കൊള്ള സംഘത്തിന്റെ കേന്ദ്രമായി മാറിയതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. CPM അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജീർണതയിലേക്കാണ് പോകുന്നത്. സ്വർണം പൊട്ടിക്കലും കൊലപാതകവും അടക്കമുള്ളവ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്നാണ് നടത്തുന്നതെന്നും സതീശൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തു തന്നെ സ്വർണ്ണക്കടത്ത് ആരോപണം ഉയർന്നിരുന്നതാണ്. ഇതുപോലെ അമിതാധികാരമുണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ അന്ന് ജയിലിൽ പോയി. ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം ഉയർന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും സ്വർണത്തോട് എന്താണ് ഇത്ര ഭ്രമമെന്ന് VD സതീശൻ ചോദിച്ചു. വിമാനത്താവളം വഴി കടത്തുന്ന സ്വർണം പോലീസ് പിടികൂടി അതിൽ നിന്ന് അടിച്ചു മാറ്റുന്നുവെന്നാണ് ഇപ്പോഴത്തെ ആരോപണം. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പിന്തുണയോടെയും ADGPയുടെ അറിവോടെയുമാണ് സ്വർണം പൊട്ടിക്കലെന്നാണ് പറയുന്നത്. ഒരു ഭരണകക്ഷി MLA ആണ് ഇതൊക്കെ പറയുന്നത്. ഈ ആരോപണം തെറ്റാണെങ്കിൽ MLA-ക്കെതിരെ നടപടിയെടുക്കേണ്ടേ? അതില്ലാത്ത സ്ഥിതിക്ക് ആരോപണങ്ങളെല്ലാം ശരിയാണെന്നാണ് തെളിയുന്നത്. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണം എങ്ങനെ ശരിയാകുമെന്നും സതീശൻ ചോദിച്ചു. CPM അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജീർണതയിലേക്കാണ് പോകുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിയെ കേരളത്തിൽ കുഴിച്ചു മൂടുകയാണ്. ബംഗാളിലെ പോലെ CPM തകർന്നു പോകുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയതാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഇത് നടന്നത്. പൂരം കലക്കി ഒരു ഹൈന്ദവ വികാരം സൃഷ്ടിച്ച് ഇവിടെ BJP-യെ സഹായിക്കുകയായിരുന്നു ലക്ഷ്യം. മനഃപൂർവ്വമായി ചെയ്ത ഈ ഗൂഢാലോചനയിൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്നത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്നുണ്ട്. മുമ്പൊന്നുമില്ലാത്ത വിധം മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട വിഷയമായിട്ടും അതിൽ നിന്നും മാറി നടക്കുന്ന സമീപനമാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്നത്. ഇത് എത്ര കാലം തുടരാനാവുമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം.